LDF വരുമെന്ന് പറയാൻ രണ്ട് കാരണങ്ങളാണ് എന്റെ മുന്നിലുള്ളത്. തെറ്റാവാനുള്ള സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ എന്റെ മുന്നിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ഒരു തരംഗമില്ലെങ്കിൽ UDF ഇക്കുറി ജയിച്ചു കരുതുക ബുദ്ധിമുട്ടാണ്. എക്സിറ്റ് പോൾ പ്രകാരം ഒരു തരംഗമില്ല. ഭരണത്തിന്റെ മടുപ്പ് കൊണ്ട് മാത്രം അധികാരത്തിൽ നിന്ന് LDF പുറത്തു പോകണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സ്ത്രീ വോട്ടർമാർ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ആ വോട്ടർമാർ ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അങ്ങനെ വന്നാൽ അവർ മറ്റൊരു സർക്കാർ വരണമെന്ന് അവർ ആഗ്രഹിക്കാനുള്ള അവരുടെ പക്കലുള്ള കാരണങ്ങൾ എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എക്സിറ്റ് പോളുകളുടെ കണക്കുകൾ വെച്ച് പറയുന്നത്, ഒരു തരംഗമില്ലെങ്കിൽ ഒരുപക്ഷെ എക്സിറ്റ് പോൾ തെറ്റാവാനുള്ള സാധ്യതയുണ്ട്, LDF തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറയാനുള്ള കാരണം അതാണ്. അത് ഒരു കണക്കാണ്. പിന്നെ എക്സിറ്റ് പോളിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ നേരത്തെ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. ഇനി UDF ഭാഗത്താണ് നല്ല പണി UDF ചെയ്തു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രവർത്തകരടക്കം അങ്ങേയറ്റം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് സാധ്യമായതെല്ലാം അവർക്ക് ചെയ്തു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ടല്ലോ. മറ്റൊരാൾ വരട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു സർക്കാരിനെ ഉപേക്ഷിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാത്തിരുന്ന് കാണാം നമുക്ക് 4-ാം തീയതി.